ഇനി ഞാൻ വന്നിരിക്കുന്നത് തോരൻ റെസിപ്പി ആയിട്ടാണ്. വൻപയർ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. തോരൻ തയ്യാറാക്കാനായിട്ട് 1 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഞാനിത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത പയറല്ല എടുത്തിരിക്കുന്നത്, കുതിർക്കാത്ത പയറാണ്. ഇതിലേക്ക് 2.5 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 വിസിലിനുള്ളിൽ ഈ പയർ വെന്ത് കിട്ടും. പിന്നെ ഓരോ കുക്കറിൻ്റെ അനുസരിച്ചിട്ട് മാറ്റം വരാം കേട്ടോ. അപ്പോൾ പയറൊന്ന് വെന്ത് വരട്ടെ. ഇനി പയർ തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ 1/4 ടീസ്പൂണ് ജീരകം, 4 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 വറ്റൽമുളക്, 1 ടീസ്പൂണ് കുരുമുളക്. ആദ്യം ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം വേണം ഈ തേങ്ങ ഇട്ടിട്ട് ചതച്ചെടുക്കാൻ. തേങ്ങ ഇട്ട് ആദ്യം തന്നെ അരക്കില്ല, തേങ്ങ ഒരുപാട് അരഞ്ഞു പോകരുത് തോരന്. അപ്പോൾ തോരൻ തയ്യാറാക്കാനായിട്ട് പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ചേർക്കാം. ഇത് ഏകദേശം 10 ചുവന്നുള്ളിയോളം ഞാൻ അരിഞ്ഞെടുത്തതാണ്. 2 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് ഇളക്കാം. തേങ്ങ ഇതുപോലെ ഇരിക്കണം, ഒരുപാട് അരഞ്ഞ് പോകരുത്. ഇനി ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പയർ ചേർക്കാം. ഇതിൽ വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം പയർ ചേർത്ത് കൊടുക്കാൻ. ഇത് നല്ലോണം പയർ വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ആദ്യം നമ്മൾ പയർ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് 5 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കുക. അപ്പോൾ പയറുതോരൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയറുതോരനാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.